എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്രാട ദിനമാണല്ലോ. എന്തെല്ലാമാണ് വിശേഷങ്ങൾ? എല്ലാവരും പൂക്കളമൊക്കെ ഒരുക്കി സദ്യ ഉണ്ണാനിരിക്കുകയായിരിക്കും. ഞാനും ഇവിടെ കുട്ടികളും ഒക്കെ ചേർന്നിട്ട് ഒരു പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഉത്രാടത്തിന് ഉച്ചയ്ക്ക് മുമ്പൊക്കെ സാധാരണയായി ഉത്രാട ദിവസം സാമ്പാർ ഉണ്ടാക്കുക ഒരു വലിയ പ്രധാനമാണ്. ഓണത്തിനാണ് കാളൻ, ഓലൻ, അവിയൽ, വറുത്തുപ്പേരി, നേന്ത്രപ്പഴം പുഴുങ്ങിയത് എന്നൊക്കെയുള്ള ഗംഭീരമായ സദ്യ. ഉത്രാട ദിനത്തിന് ഉച്ചക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കുക എന്ന് മുത്തശ്ശനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാണ് പ്രാധാന്യമെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ആ സാമ്പാർ, നമ്മുടെ സ്പെഷ്യൽ കറിയായ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ രാവിലെ മുതലുള്ള വീട്ടിലെ ഒരുക്കങ്ങളും. സാമ്പാറിനുള്ള ചേരുവകൾ: തക്കാളി, മുരിങ്ങവാള്, പച്ചമുളക്, വഴുതനങ്ങ കഷ്ണം, പിന്നെ വെണ്ടക്ക മുറിച്ച് വെച്ചത്, മല്ലി, ഉലുവ, ചുവന്ന മുളക് എന്നിവ വറുത്തെടുത്തത്, പിന്നെ കുറച്ച് തേങ്ങ കൂടി അതിൽ വറുത്ത് ചേർക്കണം, അരവില്, പിന്നെ ആവശ്യത്തിന് പുളി പിഴിഞ്ഞെടുത്ത് ആ വെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത്, വേഗം വേവുന്നതായതുകൊണ്ട് ഈ കഷ്ണങ്ങൾ ആ പുളിവെള്ളത്തിലിട്ടാൽ വെന്തുടയുകയുമില്ല. അതുകൊണ്ട് അതും ചേർത്ത്, പിന്നെ വെണ്ടക്ക, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പിടുക. എന്നിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഈ വറുത്ത് വെച്ച മല്ലി, ചുവന്ന മുളക്, ഉലുവ, തേങ്ങ എന്നിവ അരച്ച് എടുക്കുക. മുൻപേ തന്നെ പരിപ്പ്, ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, ക്യാരറ്റ് ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. മല്ലിയൊക്കെ അരച്ചെടുത്തത് അതിൽ ഒരു 1/2 ടീസ്പൂണോളം കായവും ചേർക്കുക. പിന്നെ ഈ പുളിയിൽ വെന്ത ഈ കഷ്ണങ്ങളിലേക്ക് മല്ലിച്ചപ്പ്, കറിവേപ്പില ഒക്കെ മുറിച്ചിടണം. ഇതിലേക്ക് പരിപ്പും കഷ്ണങ്ങളും ചേർത്ത് വീണ്ടും തിളപ്പിക്കുക, ആ ചേരുവ ഒന്ന് ശരിയാവാൻ. പിന്നെ ഈ അരച്ചെടുത്ത അരവും അതിൽ ചേർക്കുക. കറിവേപ്പില, മുറിച്ച മല്ലിച്ചപ്പ് അതും ഇട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കടുക്, പറങ്കി എന്നിവ വറുത്തിടുക. സാമ്പാർ റെഡി.
ഉത്രാടത്തിന് തീർച്ചയായിട്ടും സൂപ്പർ. അപ്പോൾ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്ന വിധവും സാമ്പാർ രുചിച്ച് നോക്കിയ നമ്മുടെ രുചിയും ഒക്കെ കണ്ടു ബോധ്യപ്പെട്ടുവല്ലോ അല്ലേ. ഉത്രാട ദിനം നിങ്ങൾക്കെല്ലാവർക്കും ഗംഭീരമായിരിക്കട്ടെ. ഇതിന് പുറകെ മഹാബലിയുടെ കഥ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.